ഈ വീഡിയോ ഞങ്ങളുടെ വാരണാസിയിലെ ലാസ്റ്റ് ഡേയുടെ അന്ന് എടുത്ത വീഡിയോ ആണ്. അന്ന് ഉച്ച കഴിഞ്ഞ് നമ്മളെല്ലാം തിരിച്ച് നാട്ടിലേക്ക് പോന്നു. അപ്പോൾ അന്ന് രാവിലെ എണ്ണീറ്റ് നമ്മൾ കാലഭൈരവ ടെമ്പിൾ കാണാൻ വേണ്ടി പോണ വഴിക്ക് കുറേ കുട്ടി കുട്ടി ഷോപ്സ് ഉണ്ട്. അപ്പോൾ കുറച്ച് നടന്ന് ഉള്ളിലോട്ടാണ് ഈ അമ്പലത്തിലേക്ക് പോകുന്നത്. അങ്ങനെ നമ്മൾ അമ്പലത്തിൽ പോയി തിരിച്ചിറങ്ങിക്കഴിഞ്ഞ് നമ്മൾ എന്തെങ്കിലും കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ ഓരോ ഷോപ്സിലൊക്കെ പോയി അവിടുത്തെ സാധനങ്ങളൊക്കെ നോക്കി. പിന്നെ ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ കാണിച്ച ലഡു ഇല്ലേ, അത് നമ്മൾ വീണ്ടും വാങ്ങിച്ചു കുറേ നാട്ടിലേക്ക് കൊണ്ടുപോകാൻ. ഈ വട്ടം കുട്ടി കുട്ടി ബോക്സസാണ് വാങ്ങിച്ചത് ഫോർ കൺവീനിയൻസിന് വേണ്ടിയിട്ട്. അങ്ങനെ പിന്നെയും കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് നമ്മൾ അവിടുന്ന് പോകുന്നു. പിന്നെ ഈ ടുക് ടുക് വണ്ടി കണ്ട, ഇതാണ് നമ്മുടെ അവിടുത്തെ മെയിൻ മീൻസ് ഓഫ് ട്രാൻസ്പോർട്ട്. എനിക്കിത് നല്ല ഇഷ്ടപ്പെട്ടു, അതുകൊണ്ടാണ് ഇതിൻ്റെ വീഡിയോ ഞാൻ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് എടുത്തത്. തിരിച്ച് നമ്മൾ സ്റ്റേ ചെയ്യുന്ന ഹോട്ടലിൻ്റെ അടുത്തൊരു റെസ്റ്റോറൻറ്റിൽ നിന്ന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. കാരണം ഇനി എപ്പോഴാണ് അടുത്ത ഫുഡ് കഴിക്കാൻ നമുക്ക് അറിഞ്ഞുകൂടും. അതുകൊണ്ട് കാര്യമായിട്ട് ദോശയും എന്തൊക്കെയോ വാങ്ങി കഴിച്ചു. പിന്നെ നമ്മൾ തിരിച്ച് റൂമിൽ ചെന്നെല്ലാം പാക്ക് ചെയ്ത് നമ്മൾ എയർപോർട്ടിലെത്തി. വാരണാസി എയർപോർട്ടിൽ നമ്മൾ സ്റ്റേ ചെയ്തെടുത്തുനിന്ന് കുറച്ച് ദൂരം ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ നമ്മുടെ പെട്ടിയൊക്കെ തൂക്കി നോക്കി, ഇനി വെയിറ്റിന് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ എന്നറിയാൻ. ഇവരെല്ലാം കൊച്ചിയിലേക്കാണ് പോകുന്നത് ആൻഡ് ഞാൻ ട്രിവാൻഡ്രത്തേക്കാണ് പോകുന്നത്. അപ്പം വെയിറ്റൊക്കെ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്തു. എനിക്ക് കറക്റ്റ് വെയിറ്റ് ആയിരുന്നു, അതുകൊണ്ട് ഞാൻ സേഫ് ആയിരുന്നു. ഇല്ലെങ്കിൽ ഞാൻ പെട്ടുപോയതിന്, ഒറ്റയ്ക്ക് ഞാൻ എന്ത് ചെയ്യും. ഇപ്പോൾ ഇവരെല്ലാവരും ഇരുന്ന് ഫോണിൽ നോക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ട്രിപ്പിൻ്റെ ഫോട്ടോസും വീഡിയോസൊക്കെ കാണുകയാണിരുന്ന്. അങ്ങനെ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പം ഇവരുടെ ഫ്ലൈറ്റിൽ കയറാൻ വേണ്ടിയിട്ട് ഇവരെ വിളിച്ചു. അങ്ങനെ ഇവരുടെ അടുത്ത് ഞാൻ ടാറ്റ പറയാണ്. ഇവർ പോടേന്നൊക്കെ കാണിക്കുന്നുണ്ട് സൈഡിൽ നിന്ന്. അങ്ങനെ ഇവർ പോയി ഇച്ച് കഴിഞ്ഞപ്പം എൻ്റെയും ഫ്ലൈറ്റിൻ്റെ ടൈമായി. അങ്ങനെ ഞാനും അവിടുന്ന് പോയി. പിന്നെ എനിക്ക് ഡൽഹിയിൽ ലേ ഓവർ ഉണ്ടായിരുന്നു ഒരു 3-4 hours. അങ്ങനെ അവിടുന്ന് തിരിച്ച് നേരെ ട്രിവാൻഡ്രത്തേക്ക്. അങ്ങനെ ഞങ്ങളുടെ വാരണാസി ആഗ്ര ട്രിപ്പ് അതോടെ കഴിഞ്ഞു. അപ്പോൾ ഇതെൻ്റെ ഒരു ലൈഫ് ടൈം മെമ്മറിയാണ് ഈ ട്രിപ്പ്. അപ്പോൾ അത്രയേ ഉള്ളൂ വീഡിയോ.